ഒരു ടെമ്പിൾ വ്ളോഗാണ്. കുറേ വർഷമായി, ഏതാണ്ട് 2 വർഷത്തോളമായി എൻ്റെ ബോസ് ജയ്സാറും അതുപോലെ തന്നെ ഈ അടുത്ത് മുതൽ രവിയുടെ അച്ഛൻ സുധാകരൻ അങ്കിളും എന്നോട് ആലുവയിൽ വരുമ്പോൾ ഒരു അമ്പലത്തിൽ വരണം, അവിടെ ഒരു വ്ളോഗ് എടുക്കണം എന്ന് പറയുന്നു. പല കാരണം കൊണ്ടും അത് നടന്നിട്ടില്ല. ഫൈനലി ഇത്തവണ നമ്മളത് അച്ചീവ് ചെയ്തിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ആലുവയിലെ ദേശം എന്ന് പറഞ്ഞ സ്ഥലത്ത് പെരിയാർ നദീതീരത്തുള്ള ശ്രീ ദത്ത ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണിത്. കേരളത്തിലെ ഏറ്റവും മനോഹരമായ ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും ആലുവയിലെ ദത്ത ആഞ്ജനേയ സ്വാമി ക്ഷേത്രം. ഇവിടെ പ്രാർത്ഥിച്ച് 41 ദിവസത്തെ നാളികേര സമർപ്പണം നടത്തിയാൽ ആഗ്രഹ സാഫല്യം ലഭിക്കും. അതിനാൽ തന്നെ ഇവിടുത്തെ മൂർത്തിയെ കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമി എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നു. ഭഗവാന് ഏറെ പ്രിയപ്പെട്ട ഒരു അത്തിമരം ക്ഷേത്രത്തിന് പിറകിലായിട്ടുണ്ട്. ഈ വൃക്ഷത്തെ വലം വെച്ചാൽ കുട്ടികളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. സകല ചരാചരങ്ങൾക്കും ജ്ഞാനോപദേശം ചെയ്ത് മോക്ഷം നൽകുന്ന ഒരു ഗുരു അവതാരമാണ് ദത്താത്രേയ സ്വാമിയുടേത്. ത്രിമൂർത്തികൾ ഒരുമിച്ച് ചേർന്നുള്ള ഒരു രൂപമാണ് ഇവിടെ കാണപ്പെടുന്നത്. വിഷ്ണുവിൻ്റേതുപോലെ ശംഖുചക്രങ്ങളും ശിവന്റെ ഡമരുവും തൃശൂലവും ബ്രഹ്മാവിന്റെ ജ്ഞാനം പ്രദാനം ചെയ്യുന്ന മുദ്രകൾ ഇവയെല്ലാം ചേർന്നാണ് ദത്താത്രേയ സ്വാമി. കന്യാകുമാരിക്കടുത്ത് ശുചീന്ദ്രം എന്ന സ്ഥലത്ത് നിന്നാണ് ഈ ആഞ്ജനേയ വിഗ്രഹം കൊണ്ടുവന്നത്. മനോഹരമായി സംവിധാനം ചെയ്ത ചെറിയൊരു വെള്ളച്ചാട്ടമാണ് ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ ലഭിക്കുന്നത്. ക്ഷേത്ര കവാടത്തിലായി ഒരുപാട് ദാരുശില്പങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഗണപതി, നാഗദേവത, നവഗ്രഹങ്ങൾ എന്നീ ഉപദേവതകളും ഈ ക്ഷേത്രത്തിലുണ്ട്. 1998 മൈസൂരിൽ നിന്നും വന്ന ഗണപതി സച്ചിദാനന്ദ സ്വാമിജിയാണ് ഇവിടെ എറണാകുളം ജില്ലയിലെ ആലുവയിൽ സ്ഥാപിച്ചത് ഈ ഒരു ക്ഷേത്രം. കാര്യസിദ്ധി ആഞ്ജനേയ സ്വാമി ക്ഷേത്രം എന്നും ഈ ഒരു ക്ഷേത്രത്തിന് പേരുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു റീൽസിലൊക്കെ ഉണ്ട് ഈ ഒരു ഹനുമാൻ ശില്പം. നമ്മൾ ഈ കാണുന്ന 18 അടി ഉയരത്തിലുള്ള ഹനുമാൻ ശില്പമാണ്. 2013 ഈ ശില്പം ഇവിടെ സ്ഥാപിച്ചത്. ഇവിടുത്തെ മറ്റൊരു പ്രധാന വഴിപാടാണ് ദത്തഭിക്ഷ. വീട്ടിൽ അരി വെക്കുന്നതിന് മുമ്പ് കുടുംബാംഗങ്ങളെ മനസ്സിൽ വിചാരിച്ച് ഒരു പിടി അരി മാറ്റിവെച്ച് ക്ഷേത്രത്തിൽ ഗുരുവിൻ്റെ പാദങ്ങളിൽ അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ആ വീട്ടിൽ ഒരിക്കലും അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് വിശ്വാസം. ഇവയ്ക്ക് പുറമെ മറ്റെല്ലാ ക്ഷേത്രങ്ങളിലെയും പോലെ സുഗന്ധ തൈല ദീപം, വടമാല, പാനകം, ഗണപതി ഹോമം എന്നീ വഴിപാടുകളും ഈ ക്ഷേത്രത്തിൽ പതിവായി നടന്നു പോകുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോഴോ യാത്രാമംഗളത്തിനായോ ലക്ഷ്യപൂർത്തീകരണത്തിനായോ ഒരു ജയപതാക സ്ഥാപിച്ച് ഈ 18 അടി ഉയരത്തിലുള്ള ആഞ്ജനേയ സ്വാമിക്ക് കീഴിൽ സ്ഥാപിക്കുന്നത് ഉത്തമമാണ്. ഇവിടെ തന്നെയുള്ള പഞ്ചമുഖ പാതാള ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിലും തൊഴുതു. അതിനകത്തേക്ക് മറ്റേ വീഡിയോഗ്രാഫി അലൗഡ് അല്ല. പക്ഷേ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കുന്നത്. അതായത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു അണ്ടർഗ്രൗണ്ടിലായിട്ടാണ് ആ ഒരു ആഞ്ജനേയ പ്രതിഷ്ഠയൊക്കെയുള്ളത്. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാതാള ആഞ്ജനേയ സ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിന് പുറകിലായി മനോഹരമായൊരു പൂന്തോട്ടവും അതിലൊരു ബുദ്ധശില്പയും ഉണ്ട്. അതിനും പിറകിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പെരിയാർ നദിയാണ്. ഹനുമാൻ, ഹൈഗ്രീവൻ, നരസിംഹം, വരാഹം, ഗരുഡൻ എന്നീ 5 രൂപങ്ങൾ ചേർന്നതാണ് പഞ്ചമുഖസ്വാമി. ഇതിന് പിന്നിലുള്ള കഥ രാമായണവുമായി ബന്ധപ്പെട്ടതാണ്. ശത്രുദോഷം, ഇഷ്ടസിദ്ധി ലാഭം, പൂർവ്വജന്മദോഷം അകറ്റുക, തീരാകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും രക്ഷ നേടുക എന്നിവയ്ക്കായി പഞ്ചമുഖ ആഞ്ജനേയ സ്വാമിയെ കാണാൻ വരുന്ന ഭക്തർ ഒട്ടനവധിയാണ്. ഉപ്പാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ഇന്ത്യയിലെ പഞ്ചമുഖ ആഞ്ജനേയ ക്ഷേത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബാംഗ്ലൂരിൽ നിന്നും 70 കിലോമീറ്റർ അകലത്തിൽ ബിഡാനഗരയിലുള്ള ഈ ആഞ്ജനേയ സ്വാമി ക്ഷേത്രം. 161 അടി ഉയരത്തിലുള്ള ഈ ശില്പമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഹനുമാൻ സ്വാമി ശില്പമാണ് ഇവിടെയുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇതിൻ്റെ ലിങ്ക് അയക്കാൻ മറക്കരുത് കേട്ടോ. കേരളത്തിലെ തന്നെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാൻ പറ്റും.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട ഒരു ക്ഷേത്രമാണ് എറണാകുളം ജില്ലയിലെ ഈ ഒരു ക്ഷേത്രം. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. സോ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും അർജു വ്ളോഗ്സിൽ നിന്നും തൽക്കാലത്തേക്കൊരു ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഉടനെ കാണാം.